പ്രിയമിത്രങ്ങളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ആരംഭിക്കാം. എൻ്റെ പേര് സുനിത. വീട് കൊല്ലം ജില്ലയിലാണ്. കോളേജ് പഠനമെല്ലാം കഴിഞ്ഞ് നാട്ടിലൊരു ബ്യൂട്ടി പാർലറിൽ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു കല്യാണാലോചന വന്നത്. ഞങ്ങളുടെ നാട്ടിൽ നിന്നും കുറച്ച് അകലെയാണ് സ്ഥലം. എൻ്റെ അച്ഛന് ബിസിനസ്സാണ്. അമ്മയ്ക്കും ഒരു ഓഫീസ് ജോലിയൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് ഒരു അനിയൻ. അവൻ +2 പഠിക്കുന്നു. അച്ഛൻ എനിക്ക് ഈ ദൂരെയുള്ള ആലോചന കൊണ്ടുവരാൻ തന്നെ കാരണമുണ്ട്. എനിക്ക് നാട്ടിലത്ര നല്ല പേരൊന്നും അല്ല. കുറച്ച് ബോയ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ നാട്ടുകാരല്ലേ, അത് മതിയല്ലോ. അതുകൊണ്ട് അതും ഇതുമൊക്കെ പറയും. അങ്ങനെ കോളേജ് ലൈഫൊക്കെ കഴിഞ്ഞ് ബ്യൂട്ടി പാർലറിൽ ജോലിക്ക് പോയി തുടങ്ങിയപ്പോ ഷോപ്പ് നടത്തുന്ന ചേച്ചിയുടെ ഹസ്ബൻഡ് അവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. ചേച്ചിയുമായി സംസാരിക്കുന്നതിനിടെ എന്നെയും ചെറുതായിട്ടൊക്കെ നോക്കുമായിരുന്നു. പക്ഷെ ഒന്നും സംസാരിക്കാറില്ല. ഒരു ദിവസം വന്നപ്പോൾ ചേച്ചി ബാങ്കിൽ പോയിരുന്നു. അന്ന് എന്നോട് അദ്ദേഹം കുറെ സംസാരിച്ചു. എന്നെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ട് ഞാൻ ചിരിച്ചു. അയാളുടെ സംസാരത്തിൽ ഞാനും ഹരം മൂത്ത് നിൽക്കുന്നതിനാൽ ഞാൻ എതിർത്തൊന്നും പറഞ്ഞതുമില്ല. എനിക്ക് വരുന്ന കല്യാണ ആലോചനയൊക്കെ ആരൊക്കെയോ തെണ്ടികൾ മുടക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ ഈ ആലോചനയുമായി വന്നത്. അവർ പെണ്ണ് കാണാൻ വന്നു. ചെക്കൻ കുഴപ്പമൊന്നുമില്ല. KSRTC ഡ്രൈവറാണ്. അത്യാവശ്യം ഹൈറ്റും ഒക്കെ ഉണ്ട്. കണ്ടിട്ട് നല്ല ആരോഗ്യവും ഉണ്ട്. എനിക്ക് പറ്റുന്ന ആളാണെന്ന് തോന്നി. കണ്ടു, സംസാരിച്ചു. അത് ഞാൻ വലുതായിട്ട് സംസാരിച്ചതൊന്നുമില്ല. അവർ പോയി. ഞാൻ വിചാരിച്ചു ഇഷ്ടമായില്ലെന്ന്. അവർ അന്ന് രാത്രി അച്ഛനെ വിളിച്ചു പറഞ്ഞു ഓക്കെ ആണെന്ന്. പെട്ടെന്ന് നടത്തണം. ഞങ്ങൾക്ക് സന്തോഷമായി. സർവോപരി ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അങ്ങനെ 1 മാസത്തിന് ശേഷം കല്യാണം. അധികം ആരോടും പറഞ്ഞില്ല. എന്തിനാ എന്റെ കുറെ കല്യാണം മുടക്കിയ നാട്ടുകാർ തെണ്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്? അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ചെറുക്കന്റെ വീട്ടിലേക്ക് തിരിച്ചു. അദ്ദേഹം വണ്ടിയിൽ നിന്നും അധികം ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. സ്വന്തം കല്യാണമല്ലേ, അതിന്റെ ടെൻഷൻ ഉണ്ടാവും. പെട്ടെന്ന് കല്യാണമായതിനാൽ ഞങ്ങൾ ഫോണിലും അധികം സംസാരിക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഇന്നു മുതൽ ഞാൻ ചേട്ടന്റെ ടെൻഷനൊക്കെ മാറ്റി കൊടുക്കാം. ഞാൻ മനസ്സിൽ ചിരിച്ചു. ഞാൻ സ്വപ്നം കണ്ട് വണ്ടിയിൽ കിടന്നൊന്ന് മയങ്ങിപ്പോയി. ചേട്ടൻ തട്ടി വിളിച്ചപ്പോഴാണ് എണീറ്റത്. വീടെത്താറായി, ചേട്ടൻ പറഞ്ഞു. ഞാൻ സാരിയും മുഖവുമൊക്കെ ഒന്ന് ശരിയാക്കി വീടിനടുത്തെത്തി. അവിടെയും കുറെ ആളൊന്നുമില്ല. ചേട്ടന് അമ്മയില്ല, ചെറുപ്പത്തിൽ മരിച്ചതാണ്. അച്ഛൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ. പിന്നെ അച്ഛന്റെ ചേട്ടന്റെയും അനിയന്മാരുടെയും ഭാര്യമാർ എന്നെ ആരതി ഒഴിഞ്ഞ് നിലവിളക്ക് കയ്യിൽ തന്നകത്തേക്ക് കയറ്റി. വീട് അത്യാവശ്യം വലുതാണ്. 2 നിലയുണ്ട്. അടുത്തൊന്നും മറ്റു വീടുകളൊന്നുമില്ല. കാരണം മറ്റൊന്നുമല്ല, ഇവർക്ക് തന്നെ ഒരുപാട് സ്ഥലമുണ്ട്. ചുറ്റിലും റബ്ബറാണ്. അതിന്റെ അപ്പുറത്തൊക്കെയാണ് വീടുകളൊക്കെ. പക്ഷേ ഇവിടെ നിന്ന് നോക്കിയാലും വിളിച്ചാലും ഒന്നും കേൾക്കത്തില്ല. എല്ലാവരും എന്നോട് വന്ന് സംസാരിച്ചു. അച്ഛനും അമ്മായിമാരും മറ്റുള്ളവരുമെല്ലാം എനിക്ക് വീടൊക്കെ കാണിച്ചു തന്നു. അങ്ങനെ രാത്രിയായി. ഇന്ന് ഫസ്റ്റ് നൈറ്റാണ്. എനിക്കത് ആലോചിച്ച് നാണവും സന്തോഷവും ഒക്കെ വന്നു. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു സെറ്റ് സാരിയും ഒക്കെ ഉടുത്ത് റൂമിൽ പോയി. എന്റെ കയ്യിൽ ഒരു ഗ്ലാസ് പാലും അമ്മായി തന്നു. ചേട്ടൻ കുളിയൊക്കെ കഴിഞ്ഞു വന്നു. ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. പിന്നിലൂടെ വന്ന് ഒരു കെട്ടിപ്പിടുത്തം ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ചേട്ടൻ എന്നെ വന്ന് വിളിച്ചു. വാ കിടക്കാം, എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട്, നമുക്ക് നാളെ സംസാരിക്കാം. എനിക്ക് വിഷമം കൊണ്ടൊന്നും പറയാൻ തോന്നിയില്ല. ഞങ്ങൾ കിടന്നു. സാരമില്ല, ഇന്നത്തെ ക്ഷീണം കൊണ്ടാവും. യാത്ര ചെയ്ത ക്ഷീണം എനിക്കും ഉണ്ട്. ഞങ്ങൾ വേഗം ഉറങ്ങിപ്പോയി. രാവിലെ അലാറം അടിക്കുന്ന ശബ്ദം കേട്ട് ഞാൻ ഉണർന്നപ്പോൾ ഏട്ടൻ ബാത്റൂമിൽ പോയി വരുന്നു. ഞാൻ കണ്ണുകൾ അടച്ച് അങ്ങനെ തന്നെ കിടന്നു. പിന്നെ നോക്കുമ്പോൾ ചേട്ടൻ പുറത്തേക്ക് പോകുന്നതാണ് കണ്ടത്. എനിക്ക് ആകെ വിഷമം വന്നു. ഞാൻ എണീറ്റ് അടുക്കളയിൽ പോയി അമ്മായിമാരെയൊക്കെ ഒന്ന് സഹായിച്ചു. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞു. അങ്ങേർക്ക് ഒരു മാറ്റവും ഇല്ല. എന്നെ ആണെങ്കിൽ ഒന്ന് തൊട്ടിട്ട് പോലും ഇല്ല ഇതുവരെ. എനിക്ക് എന്തെന്ന് മനസ്സിലായില്ല. ഇയാൾക്ക് ഇത് എന്തു പറ്റി? ഇങ്ങേർക്ക് വികാരവും വിചാരവും ഒന്നും ഇല്ലേ? എന്റെ ജീവിതം കുളമായോ ദൈവമേ? ഞാൻ കണ്ട സ്വപ്നങ്ങളെല്ലാം വെറുതെ ആയോ? എന്റെ ദൈവം തമ്പുരാനെ. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഞാൻ രണ്ടും കൽപ്പിച്ച് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ തിരക്കി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരുപാട് ബാധ്യതകളൊക്കെ ഉണ്ട്, അതെല്ലാം കഴിഞ്ഞു മതി ശാരീരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ന്. ഈശ്വര, ഇങ്ങനെ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ ആലോചിച്ചു. എന്നിട്ട് ഞാൻ തിരിഞ്ഞു കിടന്നു. എന്റെ ആഗ്രഹങ്ങളൊക്കെ ഇവിടെ അസ്തമിക്കുകയാണല്ലോ എന്നോർത്ത് ഞാൻ അവിടെ കിടന്ന് കരഞ്ഞു. രാവിലെ എണീറ്റപ്പോൾ
ചേട്ടനെ കാണാനില്ല. ഞാൻ അവിടേക്ക് അന്വേഷിച്ചു. കുടുംബക്കാരൊക്കെ ഇന്നലെ പോയിരുന്നു. പിന്നാമ്പുറത്ത് അച്ഛൻ റബ്ബർ ഷീറ്റിന്റെ പണിയിലാണ്. ഞാൻ അച്ഛനോട് ചേട്ടനെ പറ്റി അന്വേഷിച്ചു. അച്ഛൻ പറഞ്ഞു അവൻ ഇന്നു മുതൽ ജോലിക്ക് പോയി തുടങ്ങും എന്ന് പറഞ്ഞിരുന്നല്ലോ മോളെ. അപ്പൊ മോളോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല, എനിക്ക് തല ഇറങ്ങുന്നത് പോലെ തോന്നി. അച്ഛൻ പറഞ്ഞു മോൾ വിഷമിക്കണ്ട, അവൻ അങ്ങനെയാണ്, വല്ലാതെ സംസാരിക്കില്ല. അവന്റെ അമ്മ ചെറുപ്പത്തിലേ മരിച്ചു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഇവിടെ കഴിഞ്ഞത്. അപ്പോൾ സംസാരം കുറവായിരുന്നു. ഇനി മോളൊക്കെ ഉണ്ടല്ലോ, ശരിയാവും. എനിക്കിതെല്ലാം കേട്ടപ്പോൾ എന്റെ വീട്ടിലേക്ക് പോകാനാണ് തോന്നിയത്. 2 ദിവസം കഴിയട്ടെ, എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കാം എന്ന് കരുതി. പക്ഷെ അച്ഛൻ അയാളെ പോലെയല്ല, ഭയങ്കര സംസാരമാണ്. തമാശയും നാട്ടുവർത്തമാനവും ഒക്കെ പറഞ്ഞ് നല്ല ജാളിയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് സമാധാനമായി. അങ്ങനെ ഞാൻ അച്ഛനുമായി തൊടിയിലൊക്കെ നടന്നു. അച്ഛൻ ഓരോ പണിയും അതിനിടയ്ക്ക് ചെയ്യുന്നുണ്ട്. അച്ഛൻ ഒരു 55 വയസ്സ് കാണും. ചേട്ടനേക്കാൾ നല്ല ആരോഗ്യമുള്ള ശരീരമാണ്, നല്ല മസിലൊക്കെ ഉണ്ട്. അച്ഛൻ ചെടികളൊക്കെ പരിപാലിക്കുകയായിരുന്നു. ഞാനും അച്ഛനെ സഹായിച്ചു. അപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചത്. അച്ഛനൊരു ഒറ്റ തോർത്തുമുണ്ട് മാത്രമാണ് ഉടുത്തിട്ടുള്ളത്. അച്ഛനെ അങ്ങ് വളച്ചാലോ, ചുറ്റിനും ആരുമില്ല, ചേട്ടനുമില്ല. നല്ല സേഫാണ്. അങ്ങേരെന്ന് വരുമെന്നോട്ട് അറിയത്തുമില്ല. നോക്കാം അച്ഛന്റെ ലെവൽ എന്താണെന്ന്. അങ്ങനെ ഒരു ദിവസം ചെടിക്ക് വെള്ളമൊഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ആ മോള് നല്ല സുന്ദരിയാണല്ലോ, ജിമ്മിൽ പോവാറുണ്ടായിരുന്നു? ഏയ് ഇല്ലച്ചാ, എന്തേ? ഏയ് ഒന്നുമില്ല, നല്ല ഷേപ്പുള്ള ശരീരമാണ് മോളുടെ. മോളെ കിട്ടിയ അവന്റെ ഭാഗ്യമാണ്. ഈ നാട്ടിലൊന്നും ഞാൻ മോളെ പോലെ ഭംഗിയും ഷേപ്പുമുള്ള പെൺകുട്ടികളെ കണ്ടിട്ടില്ല. ഞാൻ ചിരിച്ചു. അത്രയ്ക്ക് ഭംഗിയുണ്ടോ? ഞാൻ ചോദിച്ചു. പിന്നെ മോളെ പോലെ ഒരു ഭാര്യയെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. അത്രയ്ക്ക് ഭംഗിയുണ്ട് മോളെ കാണാൻ. അച്ഛന് കുറെ കൂടി ധൈര്യം വന്നെന്ന് എനിക്ക് മനസ്സിലായി. മതി മോളെ, ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം. ഞാൻ പാഴ്സൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. 2-3 ദിവസം നമുക്ക് അങ്ങനെ കഴിയാം. പിന്നെ സാവധാനം നമുക്ക് അടുക്കളയിൽ വെച്ച് തുടങ്ങാം. കേട്ടോ മോളെ? ഞാൻ മൂളി. നല്ല അച്ഛൻ. ഞാൻ കയ്യും കാലും കഴിയുമ്പോഴേക്കും അച്ഛൻ കൈയും കാലും കഴുകി വന്നിരുന്നു. ഞാൻ അകത്തുപോയി ടേബിളിൽ ഒരു കവർ ഇരിപ്പുണ്ട്, അത് 2 പ്ലേറ്റിലേക്ക് വിളമ്പി. അച്ഛൻ സ്റ്റൂളിലിരുന്ന് കഴിക്കാൻ തുടങ്ങി. ഞാനും കഴിച്ചു. പക്ഷേ ഞാൻ ആഹാരം വിളമ്പിയപ്പോഴൊക്കെ അച്ഛന്റെ ഒരു വല്ലാത്ത നോട്ടം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എനിക്കും ആ നോട്ടം ഒരു സുഖമായിട്ടൊക്കെ തോന്നി. ആഹാരമെല്ലാം കഴിച്ച് ഞാൻ പാത്രമെല്ലാം കൊണ്ടുവച്ച് ചൂലെടുത്തുകൊണ്ട് വന്ന് അവിടെ എല്ലാം ക്ലീൻ ചെയ്തു. അപ്പോഴാണ് അച്ഛൻ ആഹാരം കഴിച്ച് കൈ കഴുകാൻ പോയത്. അച്ഛന്റെ പാത്രവും എല്ലാം ഞാൻ എടുത്തുകൊണ്ട് പോയി വെച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നെ വിളിക്കുന്നത് കേട്ടു. മോളെ ഇങ്ങോട്ടൊന്ന് വാ, ഹാളിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അച്ഛന്റെ അടുത്തേക്ക് ചെന്നു. അച്ഛന്റെ വല്ലാതുള്ള ആ ഒരു നോട്ടം കണ്ടപ്പോൾ ഞാൻ നാണം കൊണ്ട് തല താഴ്ത്തി നിന്നു. പെട്ടെന്ന് അച്ഛൻ പറഞ്ഞു, മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. എന്താവശ്യവും മോൾ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തരാം. ആരും അറിയില്ല. അപ്പോ എനിക്ക് കുറച്ച് ധൈര്യം വന്നു. ഞാൻ ചെറുതായി ഒന്ന് ചിരിച്ചു. അച്ഛൻ എന്നെ അടുത്തേക്ക് വിളിച്ചു. ഞാൻ അറിയാതെ പെതുക്കെ അച്ഛൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. മിണ്ടാതെ അവിടെ തന്നെ നിന്നു. അച്ഛൻ എന്റെ കയ്യിൽ പിടിച്ച് അടുത്തിരുത്തി. അച്ഛൻ ചോദിച്ചു, അവനിതിലെങ്കും ഒരു താല്പര്യവുമില്ല അല്ലേ മോളെ? മോള് വിഷമിക്കണ്ട. മോടെ ഏതാഗ്രഹവും അച്ഛൻ സാധിച്ചു തരാം. നീ ആരെയും ചതിക്കുന്നില്ലല്ലോ. അവന് വേണ്ടാഞ്ഞിട്ടല്ലേ? എനിക്കാണെങ്കിൽ ഭാര്യയുമില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ തുല്യ ദുഃഖിതരാണ്. ഞാൻ നാണത്താൽ ചിരിച്ചു. ഓ, ഇനി നാണമൊന്നും വേണ്ട. അച്ഛൻ ചിരിച്ചുകൊണ്ട് എന്റെ കൈ പിടിച്ച് സെറ്റിയിലേക്ക് ഇരുത്തി. പിന്നെ അവിടെ നടന്നത് ഒരു മദനോത്സവം തന്നെയായിരുന്നു.